ബിനോയ്, ഇന്ന് തിരുവനന്തപുരത്ത് നമുക്കറിയേണ്ട മറ്റൊരു കാര്യം, കേരള സർവകലാശാല സിൻഡിക്കേറ്റിന്റെ യോഗം ചേരുകയാണല്ലോ. നമുക്കറിയാം, ഈ തുടക്കം മുതൽ താളം പിഴച്ചുപോയ അല്ലെങ്കിൽ അപശ്രുതി മാത്രം നീട്ടിയ ഒരു കലോത്സവമാണ് സമാപിക്കുകയല്ലായിരുന്നു, VC നിർത്തിവെപ്പിക്കുകയായിരുന്നു. ഇനി എന്തൊക്കെ നടപടികളാണ് സർവകലാശാല ആലോചിക്കുന്നത്? ഏതു തരത്തിലുള്ള ഒരു അന്വേഷണമാണ് സിൻഡിക്കേറ്റിന്റെ മനസ്സിലുള്ളത്? ലിബിഷ്, കേരള സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു യുവജനോത്സവം അല്ലെങ്കിൽ ഒരു കലോത്സവം, കൃത്യമായി പറയുകയാണെങ്കിൽ കലാപോത്സവമായി മാറപ്പെടുന്നത്. അതായത് കലോത്സവം തുടങ്ങി, മത്സരം തുടങ്ങിയ ആദ്യ ദിവസം മുതൽ തന്നെ നിരവധി പരാതികളാണ് ഉയർന്നു വന്നത്. പ്രത്യേകിച്ചും ജഡ്ജ്മെന്റിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ വിധി നിർണ്ണയത്തിന്റെ കാര്യത്തിൽ വലിയ പരാതികൾ. വിധികർത്താക്കൾ ഏകപക്ഷീയമായി പെരുമാറുന്നു, ചില ആളുകളുമായി കോഴ വാങ്ങിക്കുന്നു എന്നിങ്ങനെയുള്ള പരാതികളുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങി. ഇതിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാർ നൽകിയ പരാതി DGPക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ കോഴ വിവാദങ്ങൾ എന്തെങ്കിലും, കോഴ ഇടപാടുകൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് വ്യാപകമായൊരു അന്വേഷണം നടത്തണമെന്ന്, അത്തരത്തിൽ ഒരു അന്വേഷണം നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. നമുക്ക് അറിയുവാൻ കഴിയുന്നത്, ഈ ജഡ്ജിമാരെ ക്ഷണിക്കുന്നത് സർവകലാശാലയല്ല, അത് സ്റ്റുഡന്റ് സർവീസ് സ്കീമിലെ ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കലോത്സവം സംഘടിപ്പിക്കുന്ന സ്റ്റുഡൻസിന്റെ തന്നെ സംഘാടക സമിതിയും ചേർന്നാണ് ക്ഷണിക്കാറുള്ള ജഡ്ജിമാരെ. അങ്ങനെ ആ ഒരു ജഡ്ജിംഗ് പാനലിനെ അവർ ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ ജഡ്ജിംഗ് പാനലിന് സർവകലാശാലയുമായി യാതൊരു ബന്ധവുമില്ല. ഇത്തരത്തിൽ ഉള്ള വിധികർത്താക്കളെ ഇനി വേണ്ട, അതിനുവേണ്ടി ഒരു പുതിയ നിലപാട് സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആ ആവശ്യം ഒരുപക്ഷെ ഇന്ന് ചർച്ച ചെയ്യപ്പെടും. മാത്രവുമല്ല, മാനുവലിൽ കാര്യമായ പരിഷ്കാരം വേണം എന്നൊരു ആവശ്യവും ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ നടത്തുന്നത് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കപ്പെട്ട സർവകലാശാല യൂണിയനുമാണ് ഇപ്പോൾ സർവകലാശാല കലോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇത്തരത്തിൽ സംഘടിപ്പിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും പോരായ്മകൾ വരുന്നത്. അത് മാറ്റിക്കൊണ്ട് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം എങ്ങനെയാണോ സംഘടിപ്പിക്കുന്നത്, അത്തരത്തിൽ മറ്റു സംഘടനകളുടെ കൂടെ, പ്രത്യേകിച്ചും അധ്യാപക സംഘടനകളുടെയും മറ്റു സംഘടനകളുടെയും കൂടി അല്ലെങ്കിൽ പ്രതിപക്ഷ സംഘടനകളുടെയും ഒക്കെ കൂടി സഹായത്തോടു കൂടി സർവകലാശാല യുവജനോത്സവങ്ങൾ സംഘടിപ്പിക്കണം എന്നൊരു ആവശ്യവും മുന്നോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ സർവകലാശാല യുവജനോത്സവം സംഘടിപ്പിക്കുന്ന മാനുവലിൽ തന്നെ ഒരുപക്ഷെ മാറ്റം വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും ഈ വിഷയങ്ങളൊക്കെ വളരെ ഗൗരവത്തോടു കൂടി ഇന്ന് ചേരുന്ന സിൻഡിക്കേറ്റ് യോഗം ചർച്ച ചെയ്യും. മാത്രവുമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി നിർത്തിവച്ചിരിക്കുന്ന സർവകലാശാല യുവജനോത്സവം എന്ന് തുടങ്ങണം, എങ്ങനെ മത്സരങ്ങൾ ചിട്ടപ്പെടുത്തണം എന്ന കാര്യത്തിലും ചർച്ച നടക്കാനാണ് സാധ്യത. ലിബീഷ്. ശരി ബിനോയ്, തിരുവനന്തപുരത്തു നിന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളുടെ സമഗ്ര വിവരങ്ങൾ നൽകുകയായിരുന്നു ബിനോയ്.